കുറച്ച് നാളുകൾക്ക് ശേഷം ഒരുപാട് വർഷമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച ഒരു യാത്രയുടെ തുടക്കമാണ് കേട്ടോ ഇത്. ഈ പ്രാവശ്യത്തെ എന്റെ യാത്ര കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ന്യൂഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസിലാണ് കേട്ടോ. ഞാൻ ഡൽഹിക്കല്ല പോകുന്നത്, ഝാൻസിയിലേക്കാണ്. ഝാൻസിയിൽ നിന്ന് എനിക്ക് അടുത്ത ട്രെയിനിന് ഗോരഖ്പൂരിലേക്ക് പോകണം. ഈ പ്രാവശ്യത്തെ നമ്മുടെ ബാക്ക് പാക്കിംഗ് നേപ്പാളിലേക്കാണ് കേട്ടോ. ട്രെയിൻ യാത്രകളിൽ വീട്ടിൽ നിന്ന് അത്യാവശ്യം വയർ നിറച്ച് കഴിച്ചിട്ടാണ് കയറുന്നെങ്കിലും ട്രെയിനിൽ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് വിശക്കാൻ തുടങ്ങും കേട്ടോ. ഇത് എന്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കും അങ്ങനെ എന്റെ പോലത്തെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചപ്പാത്തിക്കകത്ത് പീനട്ട് ബട്ടറും ജാമും ഒരുമിച്ച് മിക്സ് ചെയ്ത് തേച്ചിട്ട് അത് ചുരുട്ടി പിടിച്ച് കഴിച്ചാൽ മതി കേട്ടോ. എന്റെ ലോങ് ട്രെയിൻ യാത്രകളിലെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ ഒരു കേരള എക്സ്പ്രസ് നോർത്തിലേക്ക് പോകുന്നത് കൊങ്കൺ റൂട്ട് വഴിയല്ല. അതുകൊണ്ട് തന്നെ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്യായ ചൂടാണ്. വെളിയിൽ നിന്ന് വരുന്ന ഒരു ചൂട് കാറ്റ് ലിറ്ററലി നമ്മളെ പുഴുങ്ങും. രാത്രിയിൽ മാത്രമാണ് കേട്ടോ പിന്നെ ഒരു ആശ്വാസം. നൈറ്റ് കഴിക്കാനായിട്ട് ട്രെയിനിലെ ദോണ്ട ബിരിയാണി കഴിഞ്ഞും ഏറ്റവും ബെറ്റർ എന്താണെന്നറിയാവോ? നല്ല വാട്ടിയ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ്. നമ്മുടെ ഈ ഒരു പൊതി തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഈ ബോയ്ക്കകത്ത് മുഴുവൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നോർത്തിലെ ചൂടത്തുള്ള യാത്രയിൽ ഒരു 2 ദിവസം വരെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫുഡ് ലെമൺ റൈസ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൈ തൊടാതെ അല്പം നാരങ്ങ കൂട്ടി വേണം ചോറുണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ 2.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഉത്തർപ്രദേശിലെ വീരാംഗന ലക്ഷ്മിബായി ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് രാവിലെ 9 മണിക്ക് എനിക്ക് ഗോരഖ്പൂർ പോകേണ്ട ട്രെയിന് 7 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഓടുന്നതെന്ന്. പിന്നെ നടന്ന എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.